അപ്പോഴിങ്ങനൊക്കെ വരൂ. ആ, ഇങ്ങനൊക്കെ വരാനേ പാടുള്ളൂ. മരിച്ചുപോയ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, വിഷ്ണുവിനൊരു കയ്യബദ്ധം പറ്റി എന്ന് വെച്ച് ഞാനെല്ലാം കെട്ടിപ്പൂട്ടി അവസാനിപ്പിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയും. ഒന്നും ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് ആരും കരുതണ്ട. തുടങ്ങിയിടത്തുനിന്ന് തന്നെ ഞാൻ വീണ്ടും തുടങ്ങും. വിജയിക്കുകയും ചെയ്യും. വിജയിക്കും. കാര്യങ്ങളുടെ പോക്ക് ഇന്ന് നടന്നതുപോലെയാണെങ്കിൽ ഗംഭീര വിജയമായിരിക്കും. ശരിക്കും പറഞ്ഞ നിന്നെ ഇന്ന് ഇവിടെ കയറ്റാൻ പാടില്ലാത്തതാ. ഇതുപോലൊരു നാണക്കേട് ഈ വീടിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. എന്നിട്ടും നിന്നെ തടയാത്തത് ഇന്ന് നിന്റെ ഓഫീസിൽ നടന്നതുപോലുള്ളൊരു കാഴ്ച നിന്റെ കാര്യത്തിൽ സംഭവിക്കാനുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അയ്യോ, ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണാവോ എനിക്ക് ആ ഉദ്ഘാടനത്തിന് പോവാതിരിക്കാൻ തോന്നിയത്. അതുകൊണ്ടല്ലേ ആ വിച്ചിനു എന്ന് പറയുന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റേതാ ഈ 2 കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാഞ്ഞത്. സാരമില്ല, വിഷ്ണുവിനെ കൊണ്ടുപോകുന്നതേ കാണാൻ പറ്റാത്തതിലുള്ള ക്ഷീണമേ നിന്നെ കൊണ്ടുപോകുമ്പോഴേ കണ്ടു തീർത്തോളാം ഞാൻ. അല്ല, അതിനധികം താമസം ഇല്ലല്ലോ. നമുക്ക് നോക്കാം വേലം കെട്ട് കൊണ്ടുപോകുന്നത് ആരെയാണെന്ന്. ഒരിക്കൽ പോയതാണല്ലോ, ഓർമ്മയില്ലേ? അതിനി ആവർത്തിക്കും. ഒരു പാവ സ്ത്രീയെ പറ്റിച്ചെന്റെ സന്തോഷത്തിലായിരിക്കും നീ മൂളിപ്പാട്ട് പാടുന്നത്. മൂളിപ്പാട്ട് ഞാൻ അല്ലെങ്കിലും പാടാറുണ്ട്. അതെന്റെ ഹോബിയാ. നിർത്തടാ, എന്നിട്ട് പാട്ടൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. ആ സ്വർണം എവിടെയുണ്ട്? ഏത് സ്വർണം? മുത്തശ്ശിയുടെ സ്വർണം. നിന്റെ അമ്മ മോഷ്ടിച്ച് സ്വന്തമാക്കിയ സ്വർണം. എന്റെ അമ്മ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ വലിയ തറവാട്ടുകാരാ. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നതായിരിക്കും നിന്റെയൊക്കെ തറവാട്ട് മഹിമ. കൂടുതൽ സംസാരിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ആ സ്വർണം തന്ന നിനക്ക് നിന്റെ അമ്മയ്ക്കും രക്ഷപ്പെടാം. അതല്ലെങ്കിൽ നിന്റെ അമ്മ അകത്താ. നീ പേടിപ്പിക്കുവോ? പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യുമെന്ന് നിനക്കറിയാലോ. അനുഭവം കൊണ്ട് പഠിച്ചില്ലെങ്കിലേ ഞാൻ പിന്നെ അത് പഠിപ്പിക്കും. നിന്റെ അമ്മയുടെ യാത്രാ റൂട്ട് മുഴുവൻ മൊബൈൽ വെച്ച് ട്രാക്ക് ചെയ്യാൻ ഞാൻ വിചാരിച്ച സാധിക്കും. അത് വെച്ച് എവിടുന്ന മുക്കുവണ്ട ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാനും എനിക്ക് പറ്റും. ടവർ ലൊക്കേഷൻ വെച്ച് ഞാനതെങ്ങാനും കണ്ടുപിടിച്ച പിന്നെ വരുന്നത് ഞാനായിരിക്കില്ല, പോലീസായിരിക്കും. അതിനൊക്കെ ശ്രമിക്കണം. എനിക്കറിയില്ല അമ്മ ആ സ്വർണം എടുത്തിട്ടുണ്ടോ. നിനക്കറിയാം. അറിയില്ലെങ്കിൽ അറിയണം. എനിക്ക് ആ സ്വർണം കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിക്കും. നിന്റെ അമ്മ അകത്താവും. നിന്റെ അമ്മ അകത്തായാലും അത് അവിടം കൊണ്ട് തീരുന്നു നീ വിചാരിക്കണ്ട. ആ റൂബിയുടെ മരണവും അതോടെ തെളിയും. ഏതാണ്ട് ഇതേ രീതിയിലാണല്ലോ നീ റൂബിയുടെ സ്വർണം അടിച്ചു മാറ്റിയത്. പെൺ ജയിലിൽ അമ്മ, ആൺ ജയിലിൽ മകൻ. രണ്ടിനെ തട്ടി ഞാൻ ഉള്ളിലിടും. അത് വേണോന്ന് രണ്ടുമൊന്ന് ചിന്തിക്ക്. വേണ്ടെന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ വേഗം ആ സ്വർണം വാങ്ങി ഇവിടെ തിരിച്ചുകൊണ്ട് തരണം. പിന്നെ അധികം വൈകരുത്, പറഞ്ഞേക്കാം. വൈകരുത്. വയസ്സാം കാലത്ത് എനിക്ക് ഈ ഗതി വന്നില്ല മോളെ. ആകെ ഉണ്ടായിരുന്ന ആഭരണമായിരുന്നു, അതും പോയി. മുത്തശ്ശിക്ക് സങ്കടമുണ്ടോ? പിന്നെ ഇല്ലാതിരിക്കോ? നിന്റെ മുത്തശ്ശൻ വാങ്ങി തന്നതല്ല. അയ്യോ, അതിനെ എങ്ങനെ തിരിച്ചു കിട്ടും?
അത് തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട മുത്തശ്ശി. ആ പോയതങ്ങ് പോയി എന്ന് വെച്ച് എന്റെ മുത്തശ്ശി സ്വർണ്ണമൊന്നും ഇടാതിരിക്കണ്ട. മുത്തശ്ശിക്ക് ഇടാനുള്ളത് ഞാൻ തരാം.